ഹായ് ഡിയർ ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 128/2024 ക്ലർക്ക് വേരിയസ് കോട്ടയം കോഴിക്കോട് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് മെയിൻസിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നേ. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയതിൽ നിന്ന് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൂടുതലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതല്ല? കുളച്ചൽ യുദ്ധം നടന്നത് 1748 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ഡച്ച് ഗവർണറായിരുന്ന വാൻഡഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തിക്കസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പം ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായത് എന്ന് നമ്മൾ പറയണം. ഓക്കെ, അപ്പോ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അതുപോലെ എന്താണ്, ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തിക്കസ് മലബാർക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പം രണ്ടും, ഇപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മളെ ഉത്തരം. 2ഉം 4. അപ്പൊ 2ഉം 4ഉം ആണ് എന്ത് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റി എന്ന് നോക്കാം. കുളച്ചൽ യുദ്ധം നടന്നത് 1748 എന്നാണ് ഇതിൽ പറയുന്നത്. 1748 കുളച്ചൽ യുദ്ധം നടന്നത്? അല്ല. എന്താണ് 1741 ഓഗസ്റ്റ് 10 എന്ത് കുളച്ചൽ യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായത്. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. ആണോ? അല്ല. ആദ്യമായി എത്തിയ വിദേശ ശക്തി ആരായിരുന്നു? അതെ, അറബികളായിരുന്നു. ഓക്കെ, അറബികളായിരുന്നു ആദ്യമായി എത്തിയ വിദേശ ശക്തി എന്ന് പറയുന്നത്. അപ്പം എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ, കുളച്ചൽ യുദ്ധം നടന്ന 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. വളരെ ശരിയാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു. അല്ല. ആരായിരുന്നു? അറബികളാണ്. എന്നാലടാ, കേരളത്തിൽ ആദ്യമായി എത്തിയ യൂറോപ്യർ ആരായിരുന്നു? പോർച്ചുഗീസുകാർ. അത് മറന്നുപോയത്. എത്തിയ യൂറോപ്യർ പോർച്ചുഗീസുകാരും എന്നാൽ എത്തിയ വിദേശികൾ ആരാണ്? അറബികളുമാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷ വഹിച്ചത്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ആയിരുന്നു ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പം ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷ വഹിച്ചത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അതെ, അമരാവതി. അമരാവതിയാണ്. വർഷം 1897. അപ്പൊ 1897 വർഷം. സ്ഥലം എവിടെയാണ്? അമരാവതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതാണെന്ന് പറയുക. അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. ശരിയല്ലേ? ശരിയാണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അദ്ദേഹം ജനിച്ചത്. ശരിയാണോ? അല്ല, തെറ്റാണ്. അല്ലേ? നമുക്ക് പറയാം എവിടെയാണെന്നുള്ളത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. ശരിയാണോ? അതും തെറ്റാണ്. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ശരിയാണോ? ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2ഉം 3ഉം. 2ഉം 3ഉമാണ് ഇവിടെ തെറ്റായത്. തെറ്റായത് ഏതൊക്കെയാണ്? 2ഉം 3ഉം. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ആണോ? അല്ല. അദ്ദേഹം രാമേശ്വരത്താണ് ജനിച്ചത്. ഓർത്തിരിക്കുക, രാമേശ്വരം. അപ്പം ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥമാണോ എഴുതിയത്? അല്ല. അഗ്നിച്ചിറകുകൾ. മറന്നു പോകരുത്. അബ്ദുൽ കലാമിന്റെ എന്താണ്? അഗ്നിച്ചിറകുകൾ. ഓക്കെ, എഴുതി വെച്ചോളൂ. അഗ്നിച്ചിറകുകൾ. അഗ്നിസാക്ഷി അല്ല, അഗ്നിച്ചിറകുകളാണ്. അപ്പം 2ഉം 3ഉമാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാരാണ്? ഓക്കെ, CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, പോറ്റി ശ്രീരാമലു, VP മേനോൻ. ആരാണ്? VP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത്. ആരാണ്? VP മേനോനാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഏതെന്ന് പറയുന്നത്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഓഫ് ഇന്ത്യ. ഓർത്ത് വെച്ചോളേ, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഓക്കെ, ആരെ? VP മേനോന്റെ ഒരു ബുക്കിന്റെ പേരാണ് കേട്ടോ, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരാണ്? VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? വോൾട്ടയർ, റൂസോ, മോണ്ടേസ്ക്യൂ, ലൂയി 14 ഇതിൽ ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? അതെ, ആരാണ്? വോൾട്ടയറിനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഓക്കെ, ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? മന്ത്രിസ്ഥാനമൊക്കെ മാറിയതിനു ശേഷം അത് കൃത്യമായിട്ട് പഠിക്കുക. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ കെ രാധാകൃഷ്ണൻ, കെ കൃഷ്ണൻകുട്ടി, ബാലഗോപാൽ, അഡ്വക്കേറ്റ് കെ രാജൻ. ആരാണ് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്? അതെ, അഡ്വക്കേറ്റ് കെ രാജനാണ്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻകുട്ടി ആരാണ്? കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. എന്താണ്? വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. ദെൻ അതുപോലെ തന്നെ ബാലഗോപാൽ ആരാണ്? ധനകാര്യം. ഓക്കെ, ധനകാര്യം. അപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു? അഡ്വക്കേറ്റ് കെ രാജൻ. ഓക്കെ ഓക്കെ അടുത്ത 2 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 2 പ്രസ്താവനകളാണ്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: സമ്മർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിലോസിസ് ബലം വർദ്ധിക്കുന്നു. അപ്പൊ ഇതിൽ ഏത് പ്രസ്താവന, ഇത് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായത്? രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി, അല്ലെ? രണ്ടാമത്തെ പ്രസ്താവന 2 മാത്രമാണ് ശരി. ഒന്ന് എന്തുകൊണ്ട് തെറ്റി? സമ്മർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. മർദ്ദച്ചെരിവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കേട്ടോ. മർദ്ദച്ചെരിവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ്? തീവ്ര ഉപജീവന കൃഷി, മാറ്റകൃഷി, പ്രാചീന ഉപജീവന കൃഷി, ഇവയൊന്നുമല്ല. ഇതിൽ ഏതാണ്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം എന്ന് പറയുന്നത്? അത് ഏതാണ്? തീവ്ര ഉപജീവന കൃഷിയാണ് കേട്ടോ. ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമായതുമായ ഉച്ചമർദ്ദ മേഖല ഏതാണ്? ഏതാണ് ചോദിക്കുന്നത്? ഏതാണ്? സൊമാലി ജെറ്റ്, ടിബറ്റൻ ഹൈ, മസ്കാരിൻ ഹൈ, ഇവയൊന്നുമല്ല. ഇതിൽ ഏതാണ് ഉത്തരം? മസ്കാരിൻ ഹൈ എന്നുള്ളതാണ് ഉത്തരം. എന്താണ്? തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലങ്ങളിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമായതുമായ ഉച്ചമർദ്ദ മേഖലയാണ് ഏത്? മസ്കാരിൻ ഹൈ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം കേട്ടോ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉപദ്വീപ് ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭജകം ഏതാണ്? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, താജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര കുന്നുകൾ. ഇതിൽ ഏതാണ് ഉത്തരം? അതെ, ഇതിലേതാണ്? പശ്ചിമഘട്ടമാണ് കേട്ടോ. ഈ താജ്മഹൽ കുന്നുകൾ എന്ന് പറയുന്നത് വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? താജ്മഹൽ കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ബംഗാള്, ജാർഖണ്ഡ്, അതുപോലെ ബീഹാർ. അതുപോലെ വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് ആരെന്ന് പറയുന്നത്? നർമ്മദ. അത് ഓർത്ത് വെച്ചോളേ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? നർമ്മദ. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പശ്ചിമഘട്ടം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. വലനം, ദാറ്റ് മീൻസ് ഫോൾഡിംഗ് കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര, താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, സംയോജന സീമയിൽ രൂപം കൊണ്ടത്, ഇവയൊന്നുമല്ല. അപ്പം തന്നിരിക്കുന്നതിൽ ഹിമാലയ പർവ്വതനിരയുമായി ബന്ധപ്പെട്ട തെറ്റായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് തെറ്റായത്? ഏതാണ്? ഇവയൊന്നുമല്ല. ഇതെല്ലാം ശരിയാണ് കേട്ടോ. തെറ്റായതൊന്നുമല്ല. ഇതെന്താണ്? ഉത്തരം എന്താണ്? ഇവയൊന്നുമല്ല. കാരണം ഇത് ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഏത്? ഹിമാലയ എന്ന് പറയുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഹിമാലയ എന്ന് പറയുന്നത്. ഓക്കെ സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയവാഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമാചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആരാണ്? ഓപ്ഷൻ എ നോക്കിയേ. റൊമീല താപ്പർ, CS മീനാക്ഷി, TD രാമകൃഷ്ണൻ, സേതു. ഇതിൽ ആരാണ്? അതെ, CS മീനാക്ഷിയുടെ ഗ്രന്ഥമായിരുന്നു. മീനാക്ഷിയാണ് എന്റെ കർത്താവ്. എന്റെ ഗ്രന്ഥമായിരുന്നു ആര്? ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം ഭൗമാചാപം എന്ന് പറയുന്നത് ആരാണ്? CS മീനാക്ഷി. അല്ലെ? എടാ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ റിപ്പീറ്റഡ് കാണില്ല. അപ്പം ഇതൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പായിട്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അതായത് ഈ 11ഉം 12ഉം ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് മെയിൻസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഇതുവരെ കണ്ടതിൽ നിന്ന് കുറച്ചൊന്ന് കട്ടിയായിട്ട് തോന്നുന്നത്. ഓക്കെ അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ശരിയാണോ? ശരിയാണ്.
ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അപ്പം എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്ന തന്നിരിക്കുന്ന 4 പ്രസ്താവനകൾ എന്താണ് ശരിയാണ്. 4 പ്രസ്താവനകളും ഓരോന്നായിട്ട് പഠിച്ചു വെച്ചോളേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 49, 1950, 1951, 1952. ഇത് നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കേട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950. എന്താണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ് 1950. എന്താണ് മാർച്ച് 15-നാണ്. ആസ്ഥാനം എവിടെയാണ്? യോജന ഭവൻ, ന്യൂഡൽഹി. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ ഓർത്തു വെച്ചോളേ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 മാർച്ച് 15. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. WTO എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1948, 1995, 1991, 1998. എന്നാണ് WTO നിലവിൽ വന്നത്? എന്നാണ് അതെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1995. എന്നാണ് ജാനുവരി 1. എവിടെയാണ് ആസ്ഥാനം? ജനീവ. ഓക്കെ, ആസ്ഥാനം എവിടെയാണ്? ജനീവ. ഓർത്തിരിക്കുക. WTO നിലവിൽ വന്ന വർഷം 1995. എന്നാൽ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ് 1950. രണ്ടിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ലോക ബാങ്കിന്റെ മറ്റൊരു പേര് ഏതാണ്? IBRD, IMF, നബാർഡ്, RBI. എന്താണ് ലോക ബാങ്കിന്റെ മറ്റൊരു പേര് ഏതാണ്? അതെ IBRD ആണ് ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത്. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്ടാ? അതെ, ആസ്ഥാനം പഠിച്ചു വയ്ക്കുക. വാഷിംഗ്ടൺ DC. എവിടെയാണ്? വാഷിംഗ്ടൺ DC-യിലാണ് വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം. എവിടെയാണ്? വാഷിംഗ്ടൺ DC-യിലാണ്. ഓക്കെ, അത് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പൊ ലോക ബാങ്കിന്റെ മറ്റൊരു പേര് ഓർക്കുക, IBRD ആണ്. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. ഈ മൂന്നെണ്ണത്തിന്റെ ആസ്ഥാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. WTO-യുടേതും അതുപോലെ തന്നെ എന്താണ് ആസൂത്രണ കമ്മീഷൻ്റെതും WTO-യുടേതും അതുപോലെ വേൾഡ് ബാങ്കിന്റെ, ഇത് 3 ഹെഡ്ക്വാർട്ടേഴ്സും ആസ്ഥാനം എവിടെയാണെന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ എന്തെല്ലാം? ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഉണ്ടായ കാരണങ്ങളാണ് ഈ തന്നിരിക്കുന്ന 4. ഓക്കെ, നമ്മൾ പറഞ്ഞ ഈ 4 എണ്ണം അതിന് കാരണമായിട്ടുണ്ട്. ഉത്തരം ഏതാണ്? എല്ലാം ശരിയാണ്. ഓക്കെ, എല്ലാം ശരിയാണ് ഉത്തരം. ഈ 4 കാരണങ്ങളും എന്താണ്? 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് നടപ്പിലാക്കാൻ ഉണ്ടായ കാരണങ്ങൾ ഉള്ളതാണ് ഈ 4 എണ്ണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്, നമുക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഉർജിത് പട്ടേൽ, ഓപ്ഷൻ ബി D സുബ്ബറാവു, ശക്തികാന്ത ദാസ്, രഘുറാം രാജൻ. ഇതിൽ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ എന്ന് ചോദിച്ചാൽ ആരാണ്? ഇവരാരും തന്നെ അല്ല. നിലവിലെ RBI ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര. അത് ഓർത്തിരിക്കുക. ഇത് എന്താണ്? ഒരു കറണ്ട് അഫെയർ ആണ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലുള്ള RBI ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്രയാണ്. എത്രാമത്തെ? 26ാമത്. ഓക്കെ, 26th 26ാമതാണ്. ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാറാം, അരുൺ ജെയ്റ്റ്ലി, P ചിദംബരം, നരേന്ദ്രമോദി. ഇതിൽ ആരാണ് കേന്ദ്ര ബഡ്ജറ്റ് അന്ന് അവതരിപ്പിച്ചത്? അതെ, ആരാണ്? നമ്മുടെ നിർമ്മല സീതാറാമാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, 2025-26 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാറാമാണ്. ഓക്കെ, അപ്പൊ എന്താണ് 2025-26 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാറാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. എന്താണ്? തെറ്റാണത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നതും അതും തെറ്റാണ്. സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു, എല്ലാം തെറ്റാണ്. എടാ സംഭവം ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ ഓർക്കുക, നമ്മുടെ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വി എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് എന്ത്? നമ്മുടെ
ആമുഖം ആരംഭിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അതിലില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്. അത് ശരിയല്ലേ? ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്. അത് ശരിയാണോ? അതും ശരിയാണ്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നുമാണോ കടമെടുത്തത്? അല്ല, പിന്നെ എവിടെ നിന്നാണ് എടുത്തത്? അതെ, ബ്രിട്ടനിൽ നിന്നുമാണ് കേട്ടോ. എവിടെയാണ്? നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തത്. ഓർത്തിരിക്കുക, മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നും, എന്നാൽ നിയമനിർമ്മാണ പ്രക്രിയ എവിടെ നിന്നുമാണ്? ബ്രിട്ടനിൽ നിന്നുമാണ്, കനേഡിയൻ അല്ല കേട്ടോ. അപ്പോൾ ഓപ്ഷൻ 1ഉം 2ഉമാണ് എന്ത്? ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനാവൂ. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജില്ലാ കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. ഇതില് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന? ഏതാണ്? അതെ, ഏതാണ്? 1ാമത്തെ പ്രസ്താവന മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാല് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഓക്കെ, അപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. only 1 എന്നുള്ളതാണ് കറക്റ്റായ പ്രസ്താവന. നോക്കൂ, സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32. ആര്? സുപ്രീം കോടതി. ദെൻ ഹൈക്കോടതി ആണെങ്കിലോ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? സുപ്രീം കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 32ഉം ഹൈക്കോടതി ആണെങ്കിൽ എന്താണ്? ആർട്ടിക്കിൾ 226ഉമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷന് ശിക്ഷ വിധിക്കുവാനുള്ള അധികാരമില്ല. ശരിയല്ലേ? ശരിയാണ്. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുവാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ശരിയാണ്. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിക്ക് ശുപാർശ നൽകാം. ശരിയാണോ? അതും ശരിയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? ഓൾ ഓഫ് ദ ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഇതെല്ലാം ശരിയാണ്. ഏത്? 1ഉം 2ഉം 3ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. മൗലിക അവകാശങ്ങൾക്ക് പുറമേയുള്ള ചില അവകാശങ്ങളാണിവ. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങളാണിവ. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ PSC വീണ്ടും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. കാരണം ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നമുക്കില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീറ്റ് ചെയ്തതാണ്. ഈ മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം നമ്മൾ കടമെടുത്ത രാജ്യം അയർലൻഡാണ്. അതും ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ മൗലിക അവകാശങ്ങളൊക്കെ പറഞ്ഞു. മാർഗനിർദ്ദേശക തത്വങ്ങളോട് ഓർത്തിരിക്കുക, അയർലൻഡിൽ നിന്നുമാണ്. ഈ ക്വസ്റ്റ്യൻ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയും തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ആക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക, ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുക. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത്? അതെ, 1ഉം 2ഉം മാത്രമാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ എന്താണ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റും മാത്രമാണ് എന്താണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ഏക പൗരത്വ നിയമം, ദെൻ അന്തർദേശീയ സമാധാനം, എന്താണ് പരിപോഷിപ്പിക്കുക എന്നുള്ളതും. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 2ഉം. ഓപ്ഷൻ സി ആയിട്ടുള്ള 1ഉം 2ഉം ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓർത്തിരിക്കുക. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നുമാണ്? അയർലൻഡിൽ നിന്നുമാണ് കേട്ടോ. ഓർത്തിരിക്കുക, അയർലൻഡിൽ നിന്നുമാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ, റിട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിന്റെയും കുറെ പ്രസ്താവനകൾ തന്നിട്ട് അതിൽ ശരിയായിട്ടുള്ളത് ഏത് തെറ്റായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ 25 ക്വസ്റ്റ്യൻ നോക്കിയാലും ഒരു 20 ക്വസ്റ്റ്യൻ എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അത് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഓരോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഒരിക്കലും ചോദിക്കില്ല നമ്മൾ കരുതുന്നത്. സോ എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു കാര്യം പഠിക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുക. മെയിൻസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് കുറച്ചൊന്ന് 3 സ്റ്റേറ്റ്മെന്റ്സ് വന്നത് കേട്ടോ. അതാ നോക്കൂ, വീണ്ടും സ്റ്റേറ്റ്മെന്റുകളാണ്.
26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പം പ്രിലിംസ് എഴുതാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു വെച്ചോളാം, നിങ്ങൾക്ക് അത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പൊ നോക്കാം, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതിയെ 6 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ടറൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? അതെ, 2. ഇലക്ടറൽ കോളേജ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു, അതുപോലെ സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല. ഇത് ഇത്രയാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുമാണ് ഇത് കറക്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കറക്റ്റായ പ്രസ്താവന ഏതാണ്? എന്താണ്? 2ഉം 3ഉം. 2ഉം 3ഉമാണ് എന്ത് ശരിയായിട്ടുള്ള പ്രസ്താവന. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 6 വർഷം അല്ല, പിന്നെ എത്രയാണ്? 5 വർഷം കേട്ടോ. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 6 വർഷമല്ല, 5 വർഷം. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായത്. എടാ, നിലവിലെ വൈസ് പ്രസിഡന്റ് ആരാന്നൊന്ന് പഠിച്ചോളേ. ആരാണ്? CP രാധാകൃഷ്ണനാണേ. ആരാണ്? CP രാധാകൃഷ്ണൻ. അതൊന്ന് നോക്കിക്കോളേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. ഇതിൽ ഏതാണ് കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഏതാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? ഇതെല്ലാം ശരിയാണ് അല്ലേ? ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികളിൽ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളാണ് പരിഗണിക്കാറുള്ളത്. അതും ശരിയാണ്. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനെ ഉപദേശം നൽകാം. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം? ഓൾ ഓഫ് ദ എബോവ്. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത്? വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, കൃഷി. ഇതിൽ ഏതാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? എടാ, കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇതില് 1ഉം 2ഉം വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫും മാത്രമാണ് ഏത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പൊ കൃഷി ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? കൃഷി ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? പറ. അതെ 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 അതെ, സംസ്ഥാന ലിസ്റ്റിലാണ് എന്ത് നമ്മുടെ കൃഷി ഉൾപ്പെടുന്നത്. വിദേശകാര്യവും പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫും എവിടെയാണ്? കേന്ദ്ര ലിസ്റ്റിലാണ്. എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് എന്ത് കൃഷി വരുന്നത്. എവിടെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. ആണോ? ശരിയാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. ശരിയാണ്. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരങ്ങളിൽ വരുന്നതാണ്. ശരിയാണ് അല്ലേ? എടാ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഇതെല്ലാം എന്താണ്? ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓൾ ഓഫ് ദ എബോവ് അല്ലേ? 1, 2 and 3 ഇത് 3ഉം ശരിയാണ്. എടാ, ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തടുത്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. 2ഉം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്തിരിക്കുക. എടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 73ാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നു. ആണോ? അത് തന്നെ തെറ്റാണ്. 73ാം ഭേദഗതിയാണോ നമ്മൾ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്? അല്ല, മറിച്ച് ഏതിനെയാണ് നമ്മൾ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്? നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. 42ാം ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്, 73നെ അല്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 74ാം ഭേദഗതിയിലൂടെയാണ് നഗര പരിപാലന സമ്പ്രദായം കൊണ്ടുവന്നത്. ശരിയാണോ? ശരിയാണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരമുണ്ട്. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2ഉം 3ഉമാണ്. ഓർത്തിരിക്കുക. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടനാ ഭേദഗതി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്. കേരള വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ് എന്നുള്ളത് ശരിയാണോ? അതെ, ശരിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. ശരിയല്ലേ? അതും ശരിയാണ്. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരമുണ്ട്. അത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ 1ഉം 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ഏതൊക്കെയാണ്? ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി സതീദേവിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശരിയാണോ? അതെ, ശരിയാണ്. കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ ആണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ.
ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. ശരിയാണോ? അല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതല്ല പ്രധാന ധർമ്മം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക, അത് ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? 1 ഉം 3 ഉത്തരം എന്ന് പറയുന്നത്. നിയമസഭയിലേക്കും ലോകസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിയമസഭയിലേക്കും അതുപോലെ തന്നെ എന്താണ് ലോകസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. ശരിയാണോ? ശരിയാണ് അല്ലേ? അനുച്ഛേദം 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. ശരിയാണ്. ഭരണഘടനയുടെ ഭാഗം 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതും ശരിയാണ്. അപ്പൊ എന്താണ്, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. എല്ലാ ഓപ്ഷൻസും ശരിയാണ് കേട്ടോ. ഏത് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന താഴെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തി ആരാണ്? ആരാണ്ടാ നൊബേൽ നേടിയ വ്യക്തി? കാറ്റലിൻ കരീക്കോ ആണ് അന്ന് നൊബേൽ നേടിയ. ഇതിന് കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്രം, എപ്പോഴും ഓർത്തിരിക്കുക, 2023 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തിയായിരുന്നു ആര്? കാറ്റലിൻ കരീക്കോ. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ 2025 എത്തിയത് കൊണ്ട് തന്നെ 2025 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കിട്ടിയത് ആരൊക്കെയാണെന്ന് പഠിക്കണം. ഓക്കെ, ആരൊക്കെയാണ്? മേരി ഇ ബ്രാങ്കോ, അടുത്ത ആരാണ്? ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ. ഇത്രയും പേരാണ് നമ്മുടെ 2025 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയവർ. എന്തിനാണ് പുരസ്കാരം അവർക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ എന്താണ്? പെറിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് കണ്ടുപിടിച്ചതിനാണ്. ഇതാണ് പെറിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് കണ്ടുപിടിച്ചതിനാണ് മേരിക്കും ഫ്രെഡിനും ഷിമോണിനും എന്താണ് വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം 2025 ലഭിച്ചത്. ഓക്കെ, അപ്പൊ 2023 കാറ്റലിൻ ആണ്, പക്ഷെ 2025 നിങ്ങൾ എന്തായാലും എഴുതി വെച്ചോളാം. അടുത്ത ദിവസം നോക്കി, ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നവരെ എവിടെയാണ് നമ്മൾ താമസിപ്പിച്ചത്? എവിടെയാണ്? അതെ, കുനോ ദേശീയോദ്യാനത്തിലാണ്. കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശ്. എവിടെയാണ് കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? മധ്യപ്രദേശ്. അപ്പൊ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ച ചീറ്റകളെ എന്ത് ചെയ്തത്? താമസിപ്പിച്ചത്. എവിടെയാണ്? കുനോ ദേശീയോദ്യാനം. എവിടെയാണ്? മധ്യപ്രദേശ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതാണ്? നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശലഭം. ഏതാണ്? ശലഭം. പദ്ധതികൾ എന്തായാലും പഠിച്ചോളണം. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു പദ്ധതിയുടെ ക്വസ്റ്റ്യൻ കാണും. സോ ഓർത്തിരിക്കുക, ശലഭമാണ് നവജാത ശിശുക്കൾക്ക് വേണ്ടി. ഓർത്തിരിക്കുക, നവജാത ശിശുക്കൾക്കിടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? ശലഭം എന്ന് പറയുന്നത്. ഓക്കെ, ശലഭം. ബാലമുകുളം. ബാലമുകുളം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി എന്താണ് സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി. ആരാണ്? സംസ്ഥാന ആയുർവേദ ഏത് വകുപ്പാണ്? ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ഏത്? ബാലമുകുളം. ഓക്കെ, ബാലമുകുളം. താലോലം എന്താണ്? താലോലം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലെ? താലോലം നമുക്കറിയാം. ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള ഹൃദയ പാരമ്പര്യ രോഗമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ത്? ഈ താലോലം എന്ന് പറയുന്നത്. എന്താണ്? ഏത് വയസ്സിന്? 18 വയസ്സിന് താഴെയുള്ള ഹൃദയ പാരമ്പര്യ രോഗമുള്ള കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? താലോലം. ബാലമുകുളം എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാന ആയുർവേദ വകുപ്പിന്റെ കീഴിൽ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏത്? ബാലമുകുളം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഇൻസുലിൻ, ഗ്ലൂക്കോഗൺ. ശരിയാണോ? ശരിയാണ്. കാൽസിട്ടോണിൻ, പാരാത്തോർമോൺ. ശരിയാണ്. തൈമോസിൻ, തൈറോക്സിൻ. ആണോ? അല്ല, തെറ്റാണ്. അത് ഉറപ്പായിട്ട് പരസ്പര വിരുദ്ധമായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തൈമോക്സിൻ, തൈറോക്സിൻ എന്നുള്ളത് തെറ്റാണ്.
ദെൻ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക്, അത് ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. തൈമോക്സിൻ തൈറോക്സിൻ ആണ് തന്നിരിക്കുന്നതിൽ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി എന്ന് പറയുന്നത്. ഏതാണ്? തൈമോക്സിൻ തൈറോക്സിൻ. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പക്ഷാഘാതം, ഫാറ്റി ലിവർ, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. എന്താണ്? ഉറപ്പാണല്ലേ? എന്താണ്? ഹൃദയാഘാതമാണ് ഉത്തരം എന്ന് പറയുന്നത്. അമിത രക്തസ്രാവം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബ്ലഡ് പ്രഷർ ആണ്, അത് കൂടും. അതിനെയാണ് നമ്മൾ എന്താണ്, അതിന് നമ്മളൊരു പേര് വിളിക്കുക. എന്താണ്? നിശബ്ദ സൈലന്റ് കില്ലർ അല്ലേ? എന്താണ്? നിശബ്ദ എന്താണ്? കൊലയാളി. ഓക്കെ, അമിത രക്തസ്രാവത്തെയാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ത്? ഹൃദയാഘാതം. ഹൃദയാഘാതം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജീവകം എ, ഡി, സി, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ജീവകം B3യുടെ അപപര്യാപ്ത രോഗമാണ് പെലഗ്ര. അത് ശരിയാണ്. ഇത് തെറ്റാണ്. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ സഹായിക്കുന്നു. ശരിയാണോ? തെറ്റാണ്. ജീവകം എ അല്ല, ഡി ആണ്. ജീവകം കെയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നു. തെറ്റാണ്. ജീവകം കെയുടെ കുറവ് മൂലം അല്ല ഉണ്ടാകുന്നത്, ജീവകം സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജീവകം B3യുടെ അപപര്യാപ്ത രോഗമാണ് ഏത്? പെലഗ്ര എന്ന് പറയുന്നത്. ഫാറ്റ് സോലിബിള്, അതുപോലെ തന്നെ എന്താണ് വാട്ടർ സോലിബിൾ വൈറ്റമിൻസ് ഏതാണെന്ന് പഠിച്ചു വെക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ഏത്? എ, ഡി, ഇ, കെ. എ, ഡി, ഇ, കെ എന്ന് പറയുന്നത് ഫാറ്റ് സോലിബിൾ വൈറ്റമിൻസും, എന്നാൽ മറ്റേത് ബിയും സിയും എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്ന വാട്ടർ സോലിബിൾ വൈറ്റമിൻസുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മന്ത് രോഗം ഉണ്ടാകുന്ന രോഗാണു ഏതാണ്? മന്ത് രോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? ഫൈലേറിയൻ വിര ആണോ? അതെ, മന്ത് രോഗം ഉണ്ടാക്കുന്ന രോഗാണു ഫൈലേറിയൻ വിരയാണ്. പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം ആരാണ്? മലേറിയ. ഓക്കെ, പ്ലാസ്മോഡിയം ആരാണ്? മലേറിയ. ലെപ്റ്റോസ്പൈറ എലിപ്പനി അല്ലേ? ദെൻ സാൽമണല്ല. സാൽമണല്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ എന്താണ്? ടൈഫോയിഡ്. സാൽമണല്ല എന്ന് പറയുമ്പോൾ ടൈഫോയിഡ്. ലെപ്റ്റോസ്പൈറ എലിപ്പനി. നമ്മുടെ ഫൈലേറിയൻ വിരയാണ് എന്ത്? മന്ത് രോഗം ഉണ്ടാക്കുന്ന രോഗാണു എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ഏതാണ്? ഉമിനീര്, ആമാശയരസം, ആഗ്നേയരസം, പിത്തരസം. ഏതാണ്? പിത്തരസമാണ് അല്ലേ? പിത്തരസമാണ്. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം എന്ന് പറയുന്നത് ഏതാണ്? പിത്തരസമാണ്. പിത്തരസമാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ലിവർ, കരളാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മീറ്റർ. ദൂരത്തിന്റെ യൂണിറ്റ് ആണോ? ശരിയാണ്. പ്രകാശവർഷം എന്താണ്? ശരിയാണ്. ഏത്? കാൻഡില. ശരിയല്ല. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? നമ്മുടെ ഉത്തരം 1, 2. ഓപ്ഷൻ സി ആണ് ഉത്തരം. ദൂരത്തിന്റെ യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നത് മീറ്റർ, പ്രകാശവർഷം വരും. 1, 2 മാത്രമാണ് ശരി എന്ന് പറയുന്നത് അല്ലേ? ഈ കാൻഡില എന്ന് പറയുന്നത് എന്താണ്? കാൻഡില എന്ന് പറയുന്നത് എന്താണ്? പ്രകാശ തീവ്രതയുടെ, ഓർത്തിരിക്കുക, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ് എന്ത്? കാൻഡില എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? പ്രകാശത്തിന്റെ വിസരണമാണോ? ടിൻഡൽ എഫക്റ്റ് ആണോ? പ്രകാശ പ്രതിപതനമാണോ? അല്ല. ഇത് ഓർത്തിരിക്കുക. ഇത് ഭയങ്കര നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണ്. ഈ റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അതിനൊക്കെ എക്സാമ്പിൾസും ഉണ്ട്, അത് പഠിച്ചു വെക്കണേ. ഇതിന്റെ ഉത്തരം നമ്മുടെ മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം ഏതാണ്? പ്രകാശ പ്രകീർണനമാണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം ഏതാണ്? പ്രകാശ പ്രകീർണനം. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 44. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 0.810. 810. ഇതിൽ ഏതാണ്? മണ്ണെണ്ണയുടെ സാന്ദ്രത ഇത്രയാണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? ഓപ്ഷൻ എ ആണ്. 0.810 ആണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഏത്? മണ്ണെണ്ണയുടെ. ഓക്കെ, ഇത്രയാണെങ്കിൽ. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. ആദിത്യ LI വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? ഏതായിരുന്നു? ആദിത്യ വിക്ഷേപിക്കാൻ നമ്മൾ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? PSLV C-57. ഏതാണ്? PSLV C-57 ആയിരുന്നു. P-57 ആയിരുന്നു. എന്താണ് വർഷം പഠിച്ചു വെക്കുക? 2023 സെപ്റ്റംബർ 2 എവിടെയായിരുന്നു? ശ്രീഹരിക്കോട്ട കേട്ടോ. എവിടെയാണ്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ
ആദ്യത്തെ സൗരദൗത്യം കൂടിയാണെന്ത് ഇതെന്ന് പറയും. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം കൂടിയാണ് ഇത്. ഓക്കെ, അപ്പൊ ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57 ആണ്. വർഷം പഠിക്കുക 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരെന്താണ്? എന്തായിരുന്നു പേര്? പ്രഗ്യാൻ. എന്താണ് പേരെന്താണ്? ഓപ്ഷൻ ബി പ്രഗ്യാൻ ആയിരുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരെന്തായിരുന്നു? പ്രഗ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് കേവല പൂജ്യ ഊഷ്മാവ് എന്ന് പറയുന്നത്? എന്തിനെയാണ് നമ്മൾ കേവല പൂജ്യ ഊഷ്മാവ് എന്ന് പറയുന്നത്? അതെ, -273 ഡിഗ്രി സെൽഷ്യസ്. എന്താണ്? -273 ഡിഗ്രി സെൽഷ്യസിനെയാണ് നമ്മൾ കേവല പൂജ്യ ഊഷ്മാവ് എന്ന് പറയുന്നത്. ഏതാണ്? -273 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലങ്ങളെ ചേർത്ത് പറയുന്ന പേരെന്താണ്? എസ് ബ്ലോക്കിനെ ആദ്യം കാണുന്നതാണ് എസ് ബ്ലോക്ക്. ആ എസ് ബ്ലോക്കിനെയും അതുപോലെ തന്നെ പി ബ്ലോക്കിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രാതിനിത്യ മൂലകങ്ങൾ. എന്താണ്? പ്രാതിനിത്യ മൂലകങ്ങൾ എന്നാണ് എസ് ബ്ലോക്കിനെയും അതുപോലെ തന്നെ പി ബ്ലോക്കിനെയും ചേർന്ന് പറയുന്ന പേരെന്താണ്? പ്രാതിനിത്യ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏതാണ്? ഡി ബ്ലോക്ക് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. അപ്പം ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോഹമാണ് ഏതെന്ന് ഉണ്ടാകുന്ന ലോഹമല്ല, ഉണ്ടാകുന്ന വാതകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത്? അതെ, ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാലും അതിന് ഉത്തരം എന്താണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം എന്താണ്? ഗ്രാഫൈറ്റ്, കാർബൺ നാനോ ബിന്ദുക്കൾ, ഡയമണ്ട്, കോക്ക്. ഇതിൽ ഏതാണ് പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപം എന്ന് പറയുന്നത്? എന്തായിരുന്നു പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപതത്വം? എന്തായിരുന്നു? കാർബൺ നാനോ ബിന്ദുക്കൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നൊബേൽ സമ്മാനം എല്ലാം കൃത്യമായിട്ട് പഠിക്കണമെന്ന്. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് എന്ന് ഓർക്കുക. 2023 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. 2023 ആർക്കായിരുന്നു? 2023 ആർക്കായിരുന്നു? മൗഗി ബാവണ്ടി, ലൂയിസ് അലക്സ്കിമോ. ഇവർക്കായിരുന്നു എന്ത് 2023 ലഭിച്ചത്. നമ്മൾ ഇപ്പൊ പഠിക്കേണ്ടത് ഏതാണ്? ഉറപ്പായിട്ടും നമ്മൾ 2025 പഠിക്കണം. ഓക്കെ, 2025 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആൾക്കാരുടെ പേര് പഠിക്കുക. ഏതാണ്? സുസുമു കിറ്റാവോ. ഓക്കെ, എഴുതി വെച്ചോളേ. സുസുമു കിറ്റാഗാവ, ദെൻ റിച്ചാർഡ്, ദെൻ ഒമർ യാഗി. ഓക്കെ, ഒമർ യാഗി, റിച്ചാർഡ്, അതുപോലെ എന്താണ് സുസുമു കിറ്റാഗാവ. ഇത് ഇത്രയും പേരാണ് എന്ത് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2025 ലഭിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ നമുക്ക് കുറച്ച് സമയം എടുക്കും അല്ലേ? നോക്കാം. ഉചിതമായത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃത്യം അന്യരനുഭവിച്ചിടുകയേ വരൂ. അങ്ങനെയാണോ അത്? നോക്കാം. അത് ആരതാണെന്ന് നോക്കണേ. നമുക്ക് നോക്കാം. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സിന് ഈർപ്പമെന്നും മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. ഇത് ആരൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒന്ന് നോക്കിയടാ. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃത്യം അന്യരനുഭവിച്ചിടുകയും ചെയ്യും. ആരതാണ്? KR ടോണിയാണ് അല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കേൾക്കുന്നത് ഈ ഒരു സംഭവം. അടുത്ത നോക്കി. ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരും. അത് പറഞ്ഞത് ആരാണ്? നമുക്കറിയാം അല്ലേ? ആരാണ്? PP രാമചന്ദ്രൻ. അടുത്ത ദിവസം നോക്കി. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സിനീർപ്പമെന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. ഇത് ആരാണ് പറഞ്ഞത്? ഇത് അൻവർ അലി. സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതാവട്ടെ. അപ്പോ അത് പറഞ്ഞത് ആരാണ്? OP സുരേഷ്. ഓക്കെ, ഓർത്തിരിക്കണേ. അടുത്ത ദിവസം നോക്കി. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക.
ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു, അഭിനവ കേരളം മുഖപത്രം തുടങ്ങി, ക്ഷേത്ര പ്രതിഷ്ഠകളെ പ്രോത്സാഹിപ്പിച്ചു. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ് ശരി എന്ന് പറയുന്നത്? 1ഉം 3ഉം മാത്രമാണ് ശരി. ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം ആരംഭിച്ചത്, അത് ശരിയാണ്. അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ബാക്കി ഇതിന്റെ ഇടയ്ക്ക് വരുന്ന രണ്ടാമത്തെ ഓപ്ഷൻ നോക്കണേ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു, ആണോ? അല്ല അല്ലേ. ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത് ആരുടേതായിരുന്നു? വാഗ്ഭടാനന്ദൻ. ആരാണ്? വാഗ്ഭടാനന്ദൻ. ഓക്കെ, ആത്മവിദ്യാ സംഘം ആരതാണ്? വാഗ്ഭടാനന്ദൻ. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരി എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ആത്മവിദ്യാ സംഘം ആരാണ്? വാഗ്ഭടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ലെഗ് ബേ, കാസ്ലിംഗ്, പിഞ്ചിങ്, സ്റ്റാൽമേറ്റ്. ഇതിൽ ഏതാണ് ചെസ് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ചെസ് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ കാസ്ലിംഗും അതുപോലെ തന്നെ എന്താണ് സ്റ്റേൽമേറ്റും ആണ്. ഈ ലെഗ് ബൈ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്ടാ? ക്രിക്കറ്റ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ക്രിക്കറ്റ്. പിഞ്ചിങ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ബേസ്ബോൾ. കേട്ടോ, ഏതാണ്? ബേസ്ബോൾ. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ചെസ്സുമായി ബന്ധപ്പെട്ടത്? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ്? കാസ്ലിംഗും സ്റ്റാൽമേറ്റും. 2ഉം 4ഉമാണ് ശരി, 1ഉം 3ഉം തെറ്റാണ്. അപ്പൊ 1ഉം 3ഉം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, അതൊന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം ഏതാണ്? ഏതാണ്? മുടിയേറ്റ് അല്ലെ. മുടിയേറ്റാണ് കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഓർത്തോളെ, കാലക്രമം അനുസരിച്ച് എഴുതുക. കാലക്രമം അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതിന്റെയൊക്കെ വർഷങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ കാലക്രമം അനുസരിച്ച് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എല്ലാത്തിന്റെ വർഷം ഒന്ന് പറയാം. ഒന്നേന്ന് പറയാവേ. നോക്കൂ, രാജ്യസമാചാരം. നോക്കി, രാജ്യസമാചാരം എന്താണ്? 1847 ആണ് രാജ്യസമാചാരം. ദെൻ പശ്ചിമോദയം എന്താണ്? പശ്ചിമോദയം എന്താണ്? 1847. ഹെർമൻ ഗുണ്ടട്ടാണ് ഇത് രണ്ടും, ഓർത്തിരിക്കണേ. ദെൻ പശ്ചിമ താരക. അടുത്തത് പശ്ചിമ താരക എന്താണ്? 1864. ദെൻ കേരളമിത്രം എന്താണ്? 1881. അപ്പം 4ത്തിന്റെ വർഷം, ഈ 4 വർഷം നമ്മൾ ആദ്യം എഴുതി വയ്ക്കുക. എല്ലാത്തിന്റെ വർഷം എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കാലക്രമം അനുസരിച്ച് എഴുതുക. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. നോക്കൂ, രാജ്യസമാചാരം 1847, ദെൻ പശ്ചിമോദയം 1847, ദെൻ പശ്ചിമ താരക 1864, കേരളമിത്രം എന്നാണ് 1881. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ സ്നേഹപൂർവം പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അതെ, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ആരോഗ്യപരവും സാമ്പത്തികവുമായി കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? സ്നേഹപൂർവം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളശ്രീ ആരാണ്? അതെ, വൈക്കം വിജയലക്ഷ്മി. കേരളശ്രീ വൈക്കം വിജയലക്ഷ്മി. ഇത് ആ സമയത്തുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് ബേസ് ചെയ്താണ്, ആ വർഷത്തിന് ബേസ് ചെയ്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞു തരാവേ. ദെൻ അടുത്ത് നോക്കിയേ, കേരളപ്രഭ ആരാണ്? ഓം ശാരി എൻ പിള്ള. ദെൻ അടുത്ത് നോക്കിയേ, കേരള ജ്യോതി ആരായിരുന്നു? MT വാസുദേവൻ നായർ. ദെൻ അടുത്തത് പത്മശ്രീ ആരാണ്? ചെറുവയൽ രാമൻ. ഓർത്തിരിക്കേണ്ടതാണ്, 2025 പ്രകാരം കേരള ജ്യോതി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. ഓക്കെ, MR രാഘവ വാര്യർ ആണ് കേരള ജ്യോതി എന്നറിയപ്പെടുന്നത്. MR രാഘവ വാര്യർ. ദെൻ കേരളപ്രഭ, അടുത്ത എന്താണ്? കേരളപ്രഭ എന്ന് പറയുന്ന ആരാണ്? PB അനീഷ്. എഴുതിക്കൊള്ളേ, PB അനീഷും രാജശ്രീ വാര്യറുമാണ് കേട്ടോ. ആരാണ്? രാജശ്രീ വാര്യറുമാണ് കേരളപ്രഭ എന്നറിയപ്പെടുന്നത്. ഓക്കെ, എടാ, കമ്പ്യൂട്ടറുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പ്രിലിംസിന് കമ്പ്യൂട്ടർ ആവശ്യമില്ല, പക്ഷേ LD അതുപോലെ ബെപ്കോ ഒക്കെ എഴുതുന്നെങ്കിൽ നമുക്ക് എന്താണ്? കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ട്.
അതുകൊണ്ട് നമുക്ക് അതുകൂടി നോക്കി പോവാം കേട്ടോ. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? മൈക്രോഫോൺ ആണ് അല്ലെ? മൈക്രോഫോൺ അല്ല, ബാക്കിയെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടുന്നതാണ്, മൈക്രോഫോൺ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. PDF-ന്റെ പൂർണ്ണ രൂപം എന്താണ്? PDF-ന്റെ പൂർണ്ണ രൂപം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് PDF-ന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്? ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? എന്നാലും നമുക്ക് തെറ്റിപ്പോവും. എന്താണ് P-ന്റെ ഇതാണ് നമുക്ക് തെറ്റുന്നത്. പെർമനന്റ് ആണോ പോർട്ടബിൾ ആണോ എന്ന് ഓർത്തിരിക്കുക. PDF-ന്റെ പൂർണ്ണ രൂപം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. എന്താണ്? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് എന്ത്? PDF എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. താഴെ തന്നിട്ടുള്ളവയിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ്? വെബ് ബ്രൗസറിന് ഉദാഹരണം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? അതെ, സഫാരി. സഫാരിയാണ് വെബ് ബ്രൗസറിന് ഉദാഹരണമായിട്ടുള്ളത്. കുക്കിയും ടോക്കണും മൈക്രോ ഒന്നും അല്ല. ഏതാണ് തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണമായിട്ടുള്ളത്? അതെ, സഫാരി. സഫാരിയാണ് വെബ് ബ്രൗസറിന് ഉദാഹരണമായിട്ടുള്ളത്. ഓക്കെ, ദെൻ ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എല്ലാവരും സ്ഥിരം പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എന്താണ് ഗൂഗിളിന്റെ പുതിയ AI സംവിധാനമാണ്? ആര്? ജെമിനി. ഓക്കെ ഓക്കെ, ആരാണ് ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം? ആരാണ്? ജെമിനി. എടാ, ഫേസ്ബുക്കിൻ്റെതാണെങ്കിൽ ഏതാണ്ട് മെറ്റ. മെറ്റ ആരാണ്? ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൻ്റെതാണ് ഇത് മെറ്റ എന്ന് പറയുന്നത്. കോപ്പലേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മൈക്രോസോഫ്റ്റ്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ് അല്ലേ? ഗൂഗിളിന്റെ AI സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുന്നത് ഏത് കുറ്റത്തിലാണ്? ഏത് കുറ്റമാണത്? ഏത് കുറ്റമാണ്? അതെ, വോയോറിസം ആണ് അല്ലേ? ഓപ്ഷൻ A ആണ് ഉത്തരം. വോയോറിസം ആണ് ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത്. താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യമാണ്? വോയോറിസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? 50 ലക്ഷം രൂപ വരെയാണ് കേട്ടോ. എത്രയാണ്? 50 ലക്ഷം രൂപ വരെയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത്. എത്രയാണ്? 50 ലക്ഷം രൂപ വരെ. ഓക്കെ, 50 ലക്ഷം രൂപ വരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു പോയ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിലവിലുള്ളത് ആരെന്ന് ചോദിച്ചാല്, നിലവിലുള്ള അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാല് ആരാണ്? രാമസുബ്രഹ്മണ്യൻ. ഓർത്തിരിക്കണം, ആരാണ്? രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. രാമസുബ്രഹ്മണ്യനാണ്. ഈ ക്വസ്റ്റ്യൻ അന്ന് PSC ഡിലീറ്റ് ചെയ്തതാണ്, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമില്ലാത്തതുകൊണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള വസ്തുവിൽ നിന്നും പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് എന്ന് ചോദിച്ചാല് എന്താണ് അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത്? 6 മാസം മുതൽ 5 വർഷം വരെ നമുക്ക് എന്ത് കിട്ടും? തടവ് ശിക്ഷ കിട്ടും. എന്താണ്? 6 മാസം മുതൽ 5 വർഷം വരെ. എന്താണ്? 6 മാസം മുതൽ 5 വർഷം വരെ എന്താണ്? തടവ് ശിക്ഷ ലഭിക്കുന്നതാണ്. എന്തിന്? പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരാളെ ആ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്നും പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ നമ്മൾ പുറത്താക്കിയാൽ നമുക്ക് 6 മാസം മുതൽ 5 വർഷം വരെ എന്ത് കിട്ടും? തടവ് ശിക്ഷ. 6 മാസം മുതൽ 5 വർഷം വരെ. അടുത്ത ദിവസം നോക്കി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്ന അംഗങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 5. എത്രയാണ്? 5 അംഗങ്ങളാണ് കേട്ടോ. എത്രയാണ്? 5 അംഗങ്ങളാണ് പെടുന്നത്. അടുത്ത ദിവസം നോക്കാം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ് അല്ലേ? ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നിയമപ്രകാരം താഴെ പറഞ്ഞതിൽ ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ എന്താണ് താഴെ വരുന്ന ആൺകുട്ടികൾക്കും എന്ത് ചെയ്യുന്നു? സംരക്ഷണം ഉറപ്പാക്കുന്നു. അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ A ആണ്. എന്താണ്? 2 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന വിവരം എന്താണ്? ഇപ്പൊ വിവരാവകാശം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതുവഴി കിട്ടുന്ന വിവരം എന്താണ്? മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ, ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ, മുകളിൽ പറയുന്നവയെല്ലാം. താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന വിവരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അപ്പൊ ഏതാണ് ഇതിൽ താഴെ തന്നിരിക്കുന്നതിലെ? മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ് അല്ലേ? ബാക്കി ഒന്നും അല്ല.
ഓക്കെ, അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരം ഏതാണ്? മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ. ഓക്കെ എടാ, അപ്പൊ നമ്മള് ഒരു 70 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നമ്മൾ സാധാരണ പറയുന്നതിൽ നിന്ന് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കുറച്ച് വളരെ ലൈക്ക് ഭയങ്കര പാടല്ല, എന്നാലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. കാര്യം ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലേ, നമുക്ക് വായിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പം നിങ്ങൾ ഈ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നവരായിക്കോട്ടെ, എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, മെയിൻസ് ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ PYQയും നിങ്ങൾ എടുത്തു വെച്ച് പഠിക്കണം. നിങ്ങൾക്ക് എങ്ങനെയായാലും 19 ക്വസ്റ്റ്യൻ എങ്കിലും PYQന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കൃത്യമായിട്ടും PYQ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മൾ ഏകദേശം ഒരു 10-30 PYQ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.